നമസ്കാരം. കേരളം ഒന്നാമതാണ് എന്ന കമ്മികളുടെ കാലങ്ങളായുള്ള അവകാശവാദം ഇപ്പോൾ സത്യമായിരിക്കുകയാണ്. എന്നാൽ അത് കുറ്റകൃത്യങ്ങളുടെയും മയക്കുമരുന്ന് കേസുകളുടെയും പേരിലാണ് എന്ന് മാത്രം. ആഭ്യന്തര വകുപ്പിൻ്റെ പിടിപ്പുകേട് മൂലമുണ്ടാക്കുന്ന ഇത്തരം സംഭവങ്ങളെ പക്ഷേ നമ്മുടെ കാരണബോധൻ സർക്കാർ നോക്കിക്കണ്ടത് മറ്റൊരു രീതിയിലാണ്. എല്ലാ കുറ്റവും സിനിമയുടെ തലയ്ക്ക് കെട്ടിവെക്കുക. പരിപാടി സിമ്പിൾ. പ്രത്യേകിച്ചും മാർക്കോ സിനിമ കണ്ടാണ് എല്ലാവരും തല്ലിക്കൊല്ലാൻ നടക്കുന്നത് കേട്ടോ. എത്ര അർത്ഥവത്തായ കണ്ടുപിടുത്തം! റൺവേ സിനിമ കണ്ട് സ്പിരിറ്റ് കടത്താനോ ആനച്ചന്തം സിനിമ കണ്ട് ആനയെ വാങ്ങാനോ നമ്മൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ മാർക്കോ കണ്ട ശേഷം തല്ലിക്കൊല്ലാൻ പോയി. എന്തൊക്കെ ന്യായീകരണങ്ങളാണല്ലേ! ഇപ്പോൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളിൽ സിനിമയെ പഠിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ വാ തുറന്ന് പ്രതികരിച്ചിരിക്കുകയാണ് നടി സീമാജി നായർ. സിനിമയെ കുറ്റം പറയുന്നവർ അക്രമ രാഷ്ട്രീയം കാണാതെ പോകുകയാണെന്ന് നടി പറയുന്നു. ജയകൃഷ്ണൻ മാസ്റ്ററെയും ടിപിയും വെട്ടിക്കൊലപ്പെടുത്തിയത് ഏത് സിനിമയുടെ സ്വാധീനം കാരണമാണെന്നും മയക്കുമരുന്നിൻ്റെ തേരോട്ടത്തിനും ആക്രമ രാഷ്ട്രീയത്തിനുമാണ് നിയന്ത്രണം വേണ്ടത് എന്നും സീമാജി നായർ പറയുന്നു. ഫേസ്ബുക്കിലൂടെയാണ് നടി രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ജയകൃഷ്ണൻ മാസ്റ്ററും ടിപിയും ഷുക്കൂറും കൊല്ലപ്പെടുമ്പോൾ മാർക്കോ ഇറങ്ങിയിട്ടില്ല. മാർക്കോ സിനിമയിൽ കൊല്ലപ്പെട്ടവരിൽ എല്ലാവരും ഇന്ന് ജീവനോടെയുണ്ട്. സിനിമകളിൽ കൊല്ലപ്പെടുന്ന നിരവധി നടന്മാർ പ്രായമെത്തിയാണ് മരിച്ചത്. ഇവിടെ മയക്കുമരുന്നിൻ്റെ തേരോട്ടമാണ്. അത് അവസാനിപ്പിക്കാതെ ഒരു കൊലപാതകങ്ങളും ഇല്ലാതാകുന്നില്ല. അതിൻ്റെ ഒപ്പമാണ് പകയുള്ള രാഷ്ട്രീയവും. ഇത് രണ്ടുമാണ് പ്രധാന വിഷയം. സിനിമകളെ നിരോധിക്കാനാണെങ്കിൽ ഇവിടെ ഇറങ്ങുന്ന ഹോളിവുഡ്, ബോളിവുഡ്, കോളിവുഡ് സിനിമകൾ നിരോധിക്കേണ്ടി വരും. കാരണം ഞാനൊക്കെ ജനിച്ചപ്പോൾ മുതൽ സിനിമയിൽ കാണുന്നതാണ് കൊല്ലലും കൊലയും. ഒന്നിനെയും ന്യായീകരിക്കുന്നതല്ല, പക്ഷേ ചിലത് എഴുതാതിരിക്കാൻ പറ്റുന്നില്ലെന്നും സീമാജി നായർ കൂട്ടിച്ചേർത്തു. സീമാജി നായരുടെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: കുറച്ച് ദിവസങ്ങളായി ചില കാര്യങ്ങൾ എഴുതണമെന്ന് കരുതി. ചിലർക്ക് ഇത് മോശമാകും, ചിലർക്ക് ശരിയാകും, ചിലർക്ക് തെറ്റാകും. മാർക്കോ എന്ന സിനിമയെ കൂട്ടം കൂടി ആക്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു. ആ സിനിമയാണ് പലതിനും കാരണം. അത് നിരോധിക്കുന്നു. അങ്ങനെ പോകുന്നു പുകിലുകൾ. ഇനി അടുത്ത കാര്യത്തിലേക്ക് കടക്കട്ടെ. KT ജയകൃഷ്ണൻ മാസ്റ്ററെ 1999 കുഞ്ഞുങ്ങളുടെ മുന്നിലിട്ട് പഠിപ്പിച്ചു കൊണ്ടിരുന്ന ക്ലാസ് മുറിയിലിട്ട് വെട്ടിക്കൊന്നത്. അന്നത് കണ്ട കുഞ്ഞുങ്ങളുടെ മനോനില ഒരു പാർട്ടിയും പരിശോധിച്ചില്ല. ആ കുഞ്ഞുങ്ങൾ അവരുടെ മരണം വരെ ആ സീൻ ഓർത്തിരിക്കും. 2012 രാഷ്ട്രീയ വിയോജിപ്പിൻ്റെ ഭാഗമായി TP ചന്ദ്രശേഖർ എന്ന മനുഷ്യനെ, അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു, ഒറ്റയ്ക്ക് പോകുകയായിരുന്ന ഒരു മനുഷ്യനെ കൊല്ലാൻ ഒരു കൂട്ടം ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. കാറിടിച്ച് വീഴ്ത്തി, ബോംബെറിഞ്ഞു, 51 വെട്ടി തിരിച്ചറിയാനാവാത്ത വിധം വികൃതമാക്കി കൊന്നു. അന്നൊന്നും മാർക്കോ ഇറങ്ങിയിട്ടില്ല. 2012 ഫെബ്രുവരി 20 അരിയിൽ ഷുക്കൂർ എന്ന പയ്യനെ 2.5 മണിക്കൂർ ബന്ദിയാക്കി വിചാരണ ചെയ്ത് കൊലപ്പെടുത്തി. 2019 പെരിയ ഇരട്ടക്കൊലയിൽ ശരത് ലാലും കൃപേഷും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. 2018 ജൂലൈ മാസത്തിൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ വെച്ച് അഭിമന്യു എന്ന 21 വയസ്സുകാരൻ കുത്തേറ്റ് മരിച്ചു. ഇങ്ങനെ എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു. ഇതിൻ്റെ കാരണങ്ങൾ നിസ്സാരമായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന ഒരു സമരത്തിൻ്റെ ഭാഗമായി മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടു. നേതൃത്വം നൽകുന്നത് ഒരു പെൺകുട്ടി. കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും. അതേറ്റു പറയാൻ നൂറുകണക്കിന് കുട്ടികളും. മയക്കുമരുന്നിനേക്കാളും ഭീകരമായിട്ടാണ് ഇത് ഇൻജെക്റ്റ് ചെയ്യുന്നത്. എന്തു ചെയ്യാനും പ്രാപ്തരാക്കുകയാണ് ഈ ക്യാമ്പസ് രാഷ്ട്രീയം. മാർക്കോ സിനിമയിൽ കൊല ചെയ്യപ്പെട്ട എല്ലാവരും ഇവിടെ ജീവനോടെ ഉണ്ട്. ഏതു സിനിമയിൽ കൊന്നവരും ഇവിടെ ജീവനോടെ ഉണ്ട്. അവരെല്ലാം ആവശ്യത്തിൽ തന്നെയാണ് മരിച്ചത്. മുകളിൽ എഴുതിയ ആരും ഇവിടെ ജീവനോടെ ഇല്ല. ഒരു സിനിമയെ നിരോധിക്കുമ്പോൾ എവിടെ നിന്ന് അത് കാണാൻ പറ്റുമെന്ന് പുതുതലമുറ തേടിപ്പോകും. വീണ്ടും അതിന് കിട്ടുന്നത് പബ്ലിസിറ്റിയാണ്. അത് കാണുവാനുള്ള ആവേശമാണ്. ഇവിടെ മയക്കുമരുന്നിൻ്റെ തേരോട്ടമാണ്. അത് അവസാനിപ്പിക്കാതെ ഒരു കൊലപാതകങ്ങളും ഇല്ലാതാകുന്നില്ല. അതിൻ്റെ ഒപ്പമാണ് പകയുള്ള രാഷ്ട്രീയവും. ഇത് രണ്ടുമാണ് പ്രധാന വിഷയം. സിനിമകളെ നിരോധിക്കാനാണെങ്കിൽ ഇവിടെ ഇറങ്ങുന്ന ഹോളിവുഡ്, ബോളിവുഡ്, കോളിവുഡ് സിനിമകൾ നിരോധിക്കേണ്ടി വരും. കാരണം ഞാനൊക്കെ ജനിച്ചപ്പോൾ മുതൽ സിനിമയിൽ കാണുന്നതാണ് കൊല്ലലും കൊലയും. ഒന്നിനെയും ന്യായീകരിക്കുന്നില്ല, പക്ഷേ ചിലത് എഴുതാതിരിക്കാൻ പറ്റില്ല. നടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ അവസാനിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com
അയൺ ബിൽഡ്, ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.